ഒരു ദിവസം ഭാസ്കരന് ഭയങ്കര തലചുറ്റല് വരുവാണ്. അത് കണ്ട് നിധി ഓടി വന്ന് അയാളെ കെയർ ചെയ്യുവാണ്. എന്തു പറ്റിയാച്ചാ, നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോവാം, സുധീഷിനെ വിളിച്ച് ഞാൻ വരാൻ പറയാം എന്നു പറഞ്ഞ നിധി അവനെ വിളിക്കുവാണ്. അവന് സുധീഷ് വന്നയുടൻ നിധി അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഭാസ്കരനെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ വന്ന് അവരെ കാണുവാണ്. നിങ്ങളുടെ അച്ഛന്റെ ആരോഗ്യനില വളരെ മോശമായിക്കൊണ്ടിരിക്കുവാണ്. അദ്ദേഹത്തിന്റെ മദ്യപാനമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ഇനി അയാളെ കുടിക്കാൻ അനുവദിക്കരുത്. ഏത് നിമിഷവും മരിച്ചു പോകാവുന്ന സ്ഥിതിയിലാണ് നിങ്ങളുടെ അച്ഛനുള്ളത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഡോക്ടർ അച്ഛന് ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ സുധീഷ് നിധിയും അദ്ദേഹത്തെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. സുധീഷെ, അച്ഛനെ ഇനി പുറത്തേക്കൊന്നും വിടല്ലേ, ഇനിയും കുടിച്ചാലേ നമുക്ക് അച്ഛനെ നഷ്ടമാവില്ലേ എന്ന് നിധി ചോദിക്കുമ്പോ, അയാൾ മരിക്കുന്നെങ്കിൽ അങ്ങ് മരിക്കട്ടെ നിധി, അയാളെ കൊണ്ട് മക്കളായ ഞങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ലല്ലോ, അച്ഛൻ കുടിക്കാതിരിക്കത്തൊന്നുമില്ല ഞങ്ങൾ എത്ര പറഞ്ഞാലും എന്ന് പറയുവാണ് സുധീഷ്. അച്ഛനെ പറ്റി അങ്ങനൊന്നും പറയല്ലേ സുധീഷെ, എന്തൊക്കെ പറഞ്ഞാലും അവര് നിങ്ങളുടെ സ്വന്തം അച്ഛൻ തന്നെയല്ലേ. ഞാൻ സുഭാഷേട്ടനോട് പറഞ്ഞോളാം അച്ഛന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ. അങ്ങനെ പറഞ്ഞ നിധി സുഭാഷിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛന് ഭയങ്കര സീരിയസ് ആണ് സുഭാഷേട്ടാ. ഇന്ന് തന്നെ അച്ഛൻ തലകറങ്ങി വീണത് ഞാൻ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ അവിടെ കിടന്ന് മരിച്ചു പോയേനെ. സുഭാഷേട്ടനെങ്കിലും അച്ഛനെ ശ്രദ്ധിക്കണം, ഇനി മദ്യപിക്കാൻ അനുവദിക്കരുത് എന്ന് നിധി പറയുമ്പോ, അച്ഛനെ കുറിച്ച് ഓർത്ത് നിധി സങ്കടപ്പെടണ്ട, ഞാൻ നോക്കിക്കോളാം, ആർക്ക് വേണ്ടെങ്കിലും അച്ഛനെ എനിക്ക് വേണം എന്ന് സുഭാഷേട്ടൻ പറയുവാണ്. അത് കേട്ട് നിധിക്ക് ആശ്വാസമാവുകയാണ്. അടുത്ത ദിവസം ആ വീട്ടിലേക്ക് നികേഷിന്റെ അമ്മ വരുവാണ്. എന്നാ ഭാസ്കരൻ ഓടി വന്ന്, നീ എന്തിനാടി വീണ്ടും ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നേ? ഒരിക്കൽ നിധിമോള് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതല്ലേ, എന്നിട്ട് നീ എന്താ കാണിച്ചേ? ആരോടും പറയാതെ ഒരു രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി, എന്നിട്ടിപ്പോ യാതൊരു ഉളുപ്പുമില്ലാതെ വീണ്ടും കയറി വന്നിരിക്കുന്നു, നാണമില്ലാത്തവള് എന്ന് ചോദിച്ച് ഭാസ്കരൻ അവരുടെ കർണം നോക്കിയൊന്ന് കൊടുക്കുവാണ്. ആ സ്ത്രീയുടെ നിലവിളി കേട്ട് നികേഷ് ഓടി വരുവാണ്. മോനെ, നിന്റെ അച്ഛൻ എന്നെ തല്ലി മോനെ, അയാളെ പിടിച്ചു മാറ്റ് എന്നവര് പറയുമ്പോ നികേഷ് അച്ഛന്റെ നേർക്ക് ചെല്ലുവാണ്. മാറി നിക്കടോ, നിങ്ങൾ എന്തിനാ എന്റെ അമ്മയെ തല്ലിയത്? ആദ്യ ഭാര്യയെ നിങ്ങള് ഇതുപോലെയല്ലേ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത്? അതോടെ സുധീഷേട്ടനും ഹരീഷേട്ടനും സുഭാഷേട്ടനും ഒക്കെ അമ്മ ഇല്ലാതാക്കിയില്ലേ നിങ്ങള്? എന്നിട്ടിപ്പോ നിങ്ങൾക്ക് എന്റെ അമ്മയെ ഇല്ലാതാക്കണം. വിടടോ എന്റെ അമ്മയെ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇവിടെ വെച്ച് തല്ലും. അങ്ങനെ പറഞ്ഞ് നികേഷ് അച്ഛന്റെ ഷർട്ടിന് പിടിക്കുവാണ്. എന്നാ അത് കണ്ടുകൊണ്ട് നിധി ഓടി വരുവാണ്. നികേഷ്, നീ എന്തിനാ അച്ഛന്റെ ഷർട്ടിന് പിടിക്കുന്നേ? അച്ഛനെ വിട്, അല്ലെങ്കിൽ തന്നെ അച്ഛൻ ആകെ സുഖമില്ലാത്ത അവസ്ഥയിലാണ് എന്നു പറഞ്ഞ നിധി നികേഷിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുവാണ്. ഇതുപോലൊരു അച്ഛനെ എനിക്കിനി വേണ്ട ഏട്ടത്തി. ഇയാൾ ആദ്യം എന്റെ അമ്മയെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു, എന്നിട്ട് എന്നിൽ നിന്നും അമ്മയെ വേർപിരിച്ചില്ലേ. ഇപ്പൊ ഇയാൾക്ക് എന്റെ അമ്മയെ തല്ലണോ അല്ലേ? അതിനുമുമ്പ് ഇയാളെ ഞാൻ ഇല്ലാതാക്കും, എന്നിട്ട് ജയിലിൽ പോയി കിടന്നോളാം, അത്രയ്ക്ക് ദുഷ്ടനാ ഇയാള് എന്ന് പറഞ്ഞ നികേഷ് അച്ഛനെ വിടാൻ തയ്യാറായില്ല. എടാ, അദ്ദേഹം സുഖമില്ലാതിരിക്കുവല്ലേ, നീ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. നികേഷ്, ആദ്യം നീ അച്ഛനെ വെറുതെ വിട്, വേണമെങ്കിൽ ഞാൻ നിന്റെ കാല് പിടിച്ചു പറയാം, അങ്ങനൊന്നും കാണിക്കല്ലേ എന്ന് നിധി കരഞ്ഞു പറയുവാണ്. ഏട്ടത്തി അങ്ങോട്ട് മാറി നിൽക്ക്, ഇത് ഞാനും എന്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നമല്ലേ, അതിൽ ഏട്ടത്തി ഇടപെടണ്ട. അങ്ങനെ നികേഷ് പറഞ്ഞപ്പോ ദേഷ്യം വന്ന നിധി, എന്നാൽ ഇത് നിന്റെ അച്ഛനല്ലെങ്കിലോ, അദ്ദേഹത്തെ വിടടാ എന്നു പറയുവാണ്. നികേഷ് അത് കേട്ട് ആകെ ഷോക്കായി ഭാസ്കരനെ വെറുതെ വിടുവാണ്. നിധി വന്ന്, അച്ഛാ നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ, ഇല്ല മോളെ, അവൻ എന്നെ എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല, തല്ലുന്നെങ്കിൽ തല്ലട്ടെ എന്നൊക്കെ പറയുമ്പോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാച്ചാ, അച്ഛന്റെ കണ്ടീഷൻ വളരെ മോശമല്ലേ, അച്ഛൻ ഇവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് നിധി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാണ്. അതിനുശേഷം നികേഷിന്റെ കരണം നോക്കി നിധി ഒന്ന് പൊട്ടിക്കുവാണ്. നിനക്ക് അച്ഛനെ തല്ലണം അല്ലടാ, ഈ മനുഷ്യൻ എനിക്ക് സ്വന്തം അച്ഛനേക്കാൾ പ്രിയപ്പെട്ടതാണ്. ഇനി നീ അച്ഛനെ തൊടാൻ വേണ്ടി വന്നാലേ ഞാൻ നിന്റെ ഏട്ടത്തിയാണെന്ന് പോലും നോക്കില്ല, മറ്റൊരു മുഖം നീ കാണേണ്ടി വരും. ഇതെന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്. അങ്ങനെ നിധി അവനോട് ദേഷ്യപ്പെടുവാണ്. ഏട്ടത്തി എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ, അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. എന്നാ നിങ്ങള് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഇതെന്റെ അച്ഛനല്ലാന്ന്, അതിന്റെ അർത്ഥം എന്താ ഏട്ടത്തി? അതെനിക്കറിയണം. ഇയാളപ്പോ എന്റെ അച്ഛനല്ലേ, അപ്പൊ എന്റെ അച്ഛൻ ആരാ എന്ന് നികേഷ് ചോദിക്കുവാണ്. അത് കേട്ട് ഭാസ്കരൻ നിധിയെ മാറ്റി നിർത്തി, മോളെ, നീ എനിക്ക് വാക്ക് തന്നതാണ് അവനോട് സത്യങ്ങളൊന്നും പറയില്ലാന്ന്, അതവനറിയാൻ പാടില്ല. ഞാൻ മരിക്കുന്നത് വരെയെങ്കിലും, ഞാൻ മരിച്ചു കഴിഞ്ഞ് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോ, ഇല്ല അച്ഛാ, അവനോടെല്ലാം തുറന്നു പറയാൻ സമയമായി. അച്ഛനിപ്പോ ഹെൽത്ത് വീക്കായി ഇരിക്കുവല്ലേ, അച്ഛൻ മരിക്കുന്നതിന് മുമ്പ്
നികേഷ് എല്ലാം അറിയണം. ഒരു ദിവസമെങ്കിലും നികേഷിന്റെ സ്നേഹം അനുഭവിക്കണമെന്ന് അച്ഛന് തോന്നിയിട്ടുണ്ടാവില്ലേ? അവനെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയത് നിങ്ങളല്ലേ അച്ഛാ? അപ്പോ അച്ഛന്റെ അവകാശമാണത്. അങ്ങനെ നിധി മറുപടി കൊടുക്കുവാണ്. അവന്റെ സ്നേഹവും കരുണയും പ്രതീക്ഷിച്ചല്ല മോളെ ഞാൻ അവനെ മകനായി കണ്ടു വളർത്തിയത്. എനിക്കൊന്നും വേണ്ട, നികേഷ് സന്തോഷായിട്ടിരുന്നാ മതി എന്ന് ഭാസ്കരൻ പറഞ്ഞപ്പോ, എന്നാൽ അത് പോരാ. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്ത് കടന്നു കളഞ്ഞ ആ സ്ത്രീയാ ഇപ്പോ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നികേഷിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കും അവര്. അവന്റെ കണ്ണില് നിങ്ങളാണ് ദുഷ്ടൻ. ഇപ്പൊ നികേഷ് അച്ഛനെ തല്ലാൻ വരെ ശ്രമിച്ചു. എല്ലാം അറിഞ്ഞിട്ടും ഇനി ഇതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ ഈ നിധിക്ക് പറ്റില്ല അച്ഛാ. നിങ്ങൾ വായെന്നു പറഞ്ഞ് നിധി നികേഷിന്റെ അടുത്തേക്ക് വരുവാണ്. എടാ, ഈ നിൽക്കുന്ന സ്ത്രീ നിന്റെ ആരാണ് എന്ന് അവള് ചോദിക്കുമ്പോ, എന്നെ പ്രസവിച്ച അമ്മയല്ലേ അത് എന്ന് ചോദിക്കുവാണ് നികേഷ്. പ്രസവിച്ചതുകൊണ്ട് മാത്രം സ്വന്തം അമ്മയാവില്ല നികേഷ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ദുഷ്ടയായ സ്ത്രീയാ ഈ നിൽക്കുന്നത്. പോരാത്തതിന് പഠിച്ച കള്ളിയും എന്ന് നിധി പറഞ്ഞത് കേട്ട് നികേഷിന് നല്ല ദേഷ്യം വരുവാണ്. അമ്മയെ പറ്റി അനാവശ്യം പറയരുത് ഏട്ടത്തി. എന്റെ അച്ഛനാണ് വെറും ദുഷ്ടൻ, അമ്മ കള്ളിയൊന്നുമല്ല എന്ന് നികേഷ് പറയുമ്പോ ആ സ്ത്രീ ഓടി രക്ഷപ്പെടാൻ നോക്കുവാണ്. എനിക്ക് പോയിട്ടെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവര് നടക്കുമ്പോ, നിങ്ങളിപ്പോ എങ്ങോട്ടും പോകുന്നില്ല. നിങ്ങളുടെ ഫോട്ടോ ഇന്ന് കിട്ടിയോ? അന്ന് മുതലാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അത് ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങളുടെ യഥാർത്ഥ മുഖം സ്വന്തം മകൻ കൂടി അറിയട്ടെ. എടാ നികേഷ്, ഒരു ദിവസം ഞാൻ നിന്റെ അമ്മ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാ ഒരാഴ്ച തികച്ചു കഴിഞ്ഞില്ല നിന്റെ അമ്മ ഈ വീട് വിട്ടു പോയില്ലേ ഒരു രാത്രി. അന്നിവര് എന്തിനാ ഓടിപ്പോയെന്നറിയോ? നീ അതറിയണം. നീ പറഞ്ഞില്ലേ അച്ഛൻ ദേഷ്യപ്പെട്ടുകൊണ്ടാണെന്ന്. എന്നാൽ സത്യം അതല്ല. ഈ സ്ത്രീ ഒരു ദിവസം രാത്രി എന്റെ പേഴ്സിൽ നിന്ന് 50,000 രൂപ മോഷ്ടിച്ചു. ഞാനത് കണ്ടുകൊണ്ട് വന്നപ്പോ ഇവര് ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. നിന്റെ അമ്മയുടെ 2ാം ഭർത്താവുണ്ട്, അവർക്ക് കൊടുക്കാനാ കാശ് മോഷ്ടിച്ചത്. മകനായ നിന്നെ ഉപേക്ഷിച്ച് ഇവര് മറ്റൊരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ മകനായി കൊണ്ട് നടക്കുന്നത് 2ാം ഭർത്താവിന് തീരെ ഇഷ്ടമല്ലത്രേ. അതാ ഈ സ്ത്രീ നിന്നെ ഉപേക്ഷിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. നിന്നേക്കാൾ വലുത് ഈ സ്ത്രീക്ക് 2ാം ഭർത്താവാണ്. അങ്ങനെ നിധി പറഞ്ഞത് കേട്ട് നികേഷ് ആകെ ഞെട്ടി നിൽക്കുവാണ്. സത്യാണോ ഏട്ടത്തി പറയുന്നേ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് നികേഷ് ചോദിക്കുമ്പോ, അതെ മോനെ, ലോകത്തൊരു സ്ത്രീയും ഇതുപോലെ ചെയ്യില്ല. ഇതുപോലെ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആരെങ്കിലും കടന്നു കളയോ? അതും 2ാം ഭർത്താവിന് വേണ്ടിയിട്ട്. ഇനി നീ പറ, ദുഷ്ടയായ ഈ സ്ത്രീയെ നിനക്ക് വേണോ എന്ന് നിധി ചോദിക്കുവാണ്. വേണ്ട ഏട്ടത്തി, ഇവരെ പോലൊരു അമ്മയെ ഇനി എനിക്ക് വേണ്ട. ഏട്ടത്തി പറഞ്ഞതാ സത്യം. ഇവരെ അമ്മാന്ന് വിളിക്കുന്നതിലും ഭേദം അമ്മയില്ലാന്ന് പറയുന്നതാ. എന്റെ അമ്മ മരിച്ചുപോയി. എനിക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹം മാത്രം മതി. ഞാൻ കരുതിയതിനേക്കാളും വലിയ കള്ളിയാണല്ലോ ഇവര്. ഇവരെയാണല്ലോ ഞാൻ അമ്മാന്ന് വിളിച്ച് നടന്നേ. അത് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുവാണ്. ഇവരോട് ഇറങ്ങി പോവാൻ പറയട്ടത്തി. ഈ സ്ത്രീയെ അമ്മാന്ന് വിളിക്കുന്നത് എനിക്കിപ്പോ ഇഷ്ടമല്ല. ഇവരുടെ മുഖം പോലും എനിക്കിനി കാണണ്ട. എന്നെ ഉപേക്ഷിച്ചു പോയ ഇവര് ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഇവരാ ഭർത്താവിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കില്ല. ഇത് ഈ മകന്റെ ശാപമാണ് എന്ന് പറഞ്ഞ നികേഷ് അവരെ ശപിക്കുവാണ്. അവൻ പറഞ്ഞത് കേട്ടില്ലേ? സ്വന്തം മകന്റെ ശാപം എപ്പോഴും നിങ്ങളുടെ തലക്ക് മീതെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളെ ഭർത്താവിന്റെ കൂടെ തീരെ കടത്തിലല്ലേ കഴിയുന്നേ. അതൊരിക്കലും ശരിയാവാൻ പോകുന്നില്ല. എന്റെ പണം മോഷ്ടിച്ചതിന് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ നിന്നതാ. എന്നാ അത് നികേഷിനാ നാണക്കേട്. അതുകൊണ്ടാ ഞാൻ വെറുതെ വിടുന്നേ. ഇറങ്ങി പോവാൻ നോക്ക്. ഇനി മകനെ തിരക്കി ഈ വീട്ടിന്റെ പടി പോലും കടന്നു വന്നേക്കരുത്. പെരുങ്കള്ളി, ഇറങ്ങിപ്പോടി. അങ്ങനെ നിധി പറഞ്ഞത് കേട്ട് ആ സ്ത്രീ തലകുനിച്ച് അവിടെ നിന്ന് പോവാണ്. ഏട്ടത്തി, ഇനിയും ഏട്ടത്തി പറഞ്ഞതൊന്നും പൂർത്തിയായിട്ടില്ലല്ലോ. ശരിക്കും എന്റെ അച്ഛൻ ആരാണ്? അയാൾ ഇതുപോലെ കള്ളനാണോ? അയാൾ ഇപ്പൊ എവിടെയുണ്ട്? എനിക്കെന്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് നിതീഷ് കരയുവാണ്. മോനെ, അതിന് നിന്റെ അച്ഛൻ ഇപ്പൊ ജീവനോടെ ഇല്ല. നീ കുഞ്ഞായിരുന്നപ്പോ നിന്റെ അച്ഛൻ മരിച്ചുപോയി. അതിനുശേഷം ആ സ്ത്രീ അവരെ നമ്മുടെ അച്ഛൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാ ആ സ്ത്രീ കാണിച്ചത് എന്താ? എന്നാൽ ആ സ്ത്രീ സ്വന്തം സന്തോഷം തേടിപ്പോയി. അച്ഛൻ നിന്നെ പൊന്നുപോലെയാ വളർത്തിയത്, ഒരു കുറവും വരുത്താതെ. ആ അച്ഛനെയല്ലേ നീ ബഹുമാനിക്കേണ്ടത്. പകരം നീ എന്താ ചെയ്തത്? കളഞ്ഞിട്ട് പോയ അമ്മയ്ക്ക് വേണ്ടി വളർത്തച്ഛനെ തല്ലാൻ നോക്കി. ഇനി നീ നമ്മുടെ അച്ഛൻ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. എനിക്കതേ പറയാനുള്ളൂ. അങ്ങനെ നിധി മറുപടി കൊടുത്തു. അത് കേട്ട് നികേഷ് ഓടിച്ചെന്ന് ഭാസ്കരന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുവാണ്. ഞാനൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ അച്ഛാ. ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? എങ്കിൽ ഞാൻ നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കില്ലായിരുന്നു. അനാഥനായ എനിക്ക് ഒരു ജീവിതം തന്നത് നിങ്ങളാണ്.
എന്നോട് പൊറുക്കച്ച, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. ഇനിയുള്ള കാലം എനിക്ക് അച്ഛനെ സ്നേഹിക്കണം. എന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ ഫോട്ടോ പോലും ഇനി ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. അത് ഞാൻ കത്തിച്ചു കളയാൻ പോവാ. എന്റെ അച്ഛനും അമ്മയും എല്ലാം നിങ്ങൾ മാത്രമാണ്. പിന്നെ ഏട്ടന്മാരുടെയും ഏട്ടത്തിയുടെയും സ്നേഹമുണ്ടല്ലോ, അത് മതി എനിക്ക് എന്നു പറഞ്ഞ് നികേഷ് കരയുമ്പോ ഭാസ്കരനും കരച്ചിൽ വരുവാണ്. മോനെ, ഈ സത്യം നിന്നെ അറിയിക്കരുതെന്ന് ഞാൻ നിധിമോളോട് പല പ്രാവശ്യം പറഞ്ഞതാണ്. എന്നാൽ ഏത് നിമിഷവും മരിച്ചു പോകുന്ന കണ്ടീഷനിലാണ് ഞാനിപ്പോ. അതുകൊണ്ടാ ഞാൻ എതിർക്കാതിരുന്നേ. അവൾ ഇതെല്ലാം നിന്നെ അറിയിച്ചല്ലേ. എനിക്കിനി മരിച്ചാലും പ്രശ്നമില്ല. എന്റെ ഇളയ മകൻ എന്നെ അച്ഛനായി അംഗീകരിച്ചല്ലോ. നിന്റെ സ്വന്തം അച്ഛൻ മരിച്ചെന്ന് നീ മനസ്സിൽ പോലും വിചാരിക്കല്ലേ. ഞാനായിരിക്കും നിന്റെ സ്വന്തം അച്ഛൻ. സുധീഷിനും ഹരീഷിനും സുഭാഷിനൊന്നും ഇപ്പോഴും ഞാൻ നിന്റെ അച്ഛനല്ല എന്നുള്ള കാര്യം അവർക്കറിയില്ല. നീ ഇത് അവരോട് പറയല്ലേ. നീ അവരുടെ സ്വന്തം അനിയനായിട്ടിരിക്കണം. ഇപ്പോ അവരാരും ഒന്നും അറിയണ്ട. നമ്മൾ 3 പേരും മാത്രം അറിഞ്ഞാ മതി. അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോ നികേഷ് അച്ഛനെ ചേർത്ത് പിടിക്കുവാണ്. നികേഷും അച്ഛനും തമ്മിലുള്ള എല്ലാ പിണക്കങ്ങളും അവസാനിച്ചല്ലോ. ഇനി മുതൽ നികേഷ് അച്ഛനെ സ്നേഹിക്കുമല്ലോ എന്നോർത്ത് തുള്ളി ചാടുവാണ് നിധി. പിന്നീട് ബാക്കിയുള്ളവരെല്ലാം ആ വീട്ടിലേക്ക് വരുവാണ്. നികേഷ് അച്ഛന് കഴിക്കാനുള്ള മരുന്നെടുത്തു കൊടുക്കുന്നത് കണ്ട് സുധീഷിനും ഹരീഷിനും സുഭാഷിനൊക്കെ ആകെ അത്ഭുതം തോന്നുവാണ്. അല്ല, ഇതെന്തു പറ്റി? ഇന്നലെ വരെ അച്ഛനെ കൊല്ലാനുള്ള ദേഷ്യം കൊണ്ട് നടന്നവനാ ഇപ്പോതെ അച്ഛനെ സ്നേഹിക്കുന്നു, കെയർ ചെയ്യുന്നു. ഇതെന്തു മാജിക്ക് എന്ന് സുധീഷ് ചോദിക്കുവാണ്. അതാണ് ഈ നിധിയുടെ മാജിക്ക്. ഞാൻ വിചാരിച്ചാലേ ഏത് കാര്യവും നടത്തിയെടുക്കാൻ ഈസിയായി പറ്റും. ഇപ്പൊ സുധീഷിന് എന്നെക്കുറിച്ച് മനസ്സിലായില്ലേ എന്ന് നിധി പറയുവാണ്. എല്ലാം നിധി വീട്ടിൽ വന്നതിന്റെ ഐശ്വര്യമാണ് എന്ന് സുഭാഷിടം പറയുവാണ്. എന്നാലും നിധി ഐശ്വര്യമുള്ളവളാണ്. പക്ഷെ നികേഷ് അച്ഛനെ സ്നേഹിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് തന്നെ അച്ഛനെ കണ്ടാ വെറുപ്പാണ്. പിന്നല്ലേ നികേഷ്, ഈ വീട്ടിൽ എന്തോ നടന്നിട്ടുണ്ട്. അതെന്താ നിധി എന്ന് ചോദിക്കുവാണ് സുധീഷ്. അതൊക്കെ ഞാൻ സുധീഷിന് പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ എല്ലാരും ചെന്ന് ഫുഡ് കഴിക്കാൻ നോക്ക്, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് നിധി പോവാണ്.